പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് ശബരിമല തീർത്ഥാടകരുടെ വൻ ഭക്തജന പ്രവാഹം. തിരുവാഭരണ ദർശനം തുടങ്ങിയ ഇന്നലെ മുതൽ ഒട്ടനവധി ഭക്തരാണ് മണികണ്ഠന്റെ മണ്ണിലേക്ക് എത്തുന്നത്. തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ പന്തളത്ത് ഇത്തവണ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താത്തതിൽ ഭക്തർക്ക് പരാതിയുമുണ്ട്. മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, എപ്പോൾ മുതൽ എത്ര സമയമാണ് ഈ തിരുവാഭരണ ദർശനം ലഭ്യമാവുക? കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായി തന്നെ ഭക്തജനങ്ങൾ കാണുന്ന ഒരു കാര്യമാണിത്. കാരണം അയ്യന്റെ തിരുവാഭരണം ദർശിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഒരു പുണ്യപരമായിട്ടുള്ള കാര്യം അല്ലെ, എത്ര ജന്മങ്ങൾ എടുത്താൽ സാധ്യമാകുന്ന ഒരു പുണ്യപ്രവൃത്തി. പക്ഷേ അതിലേക്കെല്ലാം വരാൻ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രമായിരുന്നു പന്തളം. അവിടെ എന്തുകൊണ്ട് ഇത്തവണ സ്പോട്ട് ബുക്കിംഗ് ഇല്ല? ഇതിലെല്ലാം വലിയ പരാതികൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ടല്ലേ? ദേവിക, മണ്ഡലകാല ആരംഭത്തിൽ തന്നെ മണികണ്ഠന്റെ മണ്ണിലേക്ക് ഒട്ടനവധി ഭക്തജനങ്ങളാണ് എത്തുന്നത്. ഭക്തജന പ്രവാഹം എന്ന് തന്നെ പറയാം. സമീപ പ്രദേശങ്ങളിൽ നിന്നും ഒപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ പ്രധാനപ്പെട്ട ഇടത്താവളമാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ മേഖലകളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ സമയം തമ്പടിക്കുന്നതും പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലാണ്. ഇപ്പോൾ ഡിസംബർ 26-ാം തീയതി ശബരിമല നട അടയ്ക്കുന്നത് വരെ തിരുവാഭരണ ദർശനത്തിനുള്ള സൗകര്യം പന്തളം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഡിസംബർ 30-ന് വീണ്ടും നട തുറക്കുന്നത് മുതൽ ജനുവരി 12-ന് ശബരിമല നട തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്ന ആ സമയം വരെയുള്ള സമയത്തും ഉച്ചയ്ക്ക് 12 മണി വരെ, ജനുവരി 12 ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയത്തും തിരുവാഭരണ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ പന്തളം കൊട്ടാരം പ്രതിനിധി നാരായണവർമ്മ തമ്പുരാൻ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. തമ്പുരാൻ, നമസ്കാരം. എങ്ങനെയാണ് ഈ തിരുവാഭരണ ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളൊക്കെ കൂടുതലായി എത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? ഭക്തർക്കെല്ലാം നല്ല സുഖദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൊട്ടാരം വേണ്ട സൗകര്യങ്ങൾ. ഇന്നലെ അഭൂതപൂർവമായ ഭക്തജന തിരക്കായിരുന്നു. ഇന്നും തിരക്കേറി വരുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പന്തളത്ത് അയ്യപ്പൻ്റെ ജന്മനാട്ടിൽ നിന്ന് ശബരിമലയിൽ പോകാനായിട്ടുള്ള നേരത്തെ മുൻകാലങ്ങളിലുള്ള പോലെ സ്പോട്ട് ബുക്കിംഗ് ഇവിടെ അനുവദിച്ചിട്ടില്ല. അത് വളരെയധികം പ്രതിഷേധാർഹമാണ്. ദേവസ്വം ബോർഡ് തീർച്ചയായിട്ടും ഉടൻ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. മാത്രമല്ല, ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇതുവരെ ആയിട്ടില്ല. ഇപ്പോഴും പണി നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ട ടോയ്ലറ്റ് ഫെസിലിറ്റിയോ മറ്റ് താമസ സൗകര്യമോ ഒന്നുമില്ല. പക്ഷേ അന്നദാനമുണ്ട്. പക്ഷേ അന്നദാനം കഴിഞ്ഞാലും അവരുടെ പ്രാഥമിക ആവശ്യത്തിനുള്ള പരിഗണന ഇതുവരെയും അത് പൂർത്തിയായിട്ടില്ല. അതുപോലെ ഇവിടേക്ക് പന്തളത്തു നിന്നും കൂടുതൽ ബസ് സർവീസ് ശബരിമലയ്ക്ക് വേണം. ചെങ്ങന്നൂർ നിന്ന് പന്തളത്തെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടതായ യാത്രാ സൗകര്യങ്ങൾ ഇതുവരെയും ശരിയായിട്ടില്ല. ഇതൊക്കെ അവലോകന യോഗങ്ങൾ 5ഉം 6ഉം കൂടിയെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുവരെയും പന്തളത്തില്ല എന്നത് വളരെയധികം പ്രതിഷേധാർഹമാണ്. കാരണം ശബരിമലയിൽ പോയി അവിടെ ഭഗവാനെ തൊഴുത് തിരുവാഭരണങ്ങൾ ദർശിക്കാൻ സാധിക്കാത്ത ഭക്തജനങ്ങൾ കൂടുതലും പന്തളത്ത് എത്തിച്ചേരുന്നുണ്ട്. അത് സ്ത്രീ ഭക്തജനങ്ങളായ വനിതാ ആൾക്കാരും അതുപോലെ നമുക്ക് യുവതികളായ ഭക്തർക്ക് എല്ലാം പന്തളത്തെത്തി സുഖദർശനത്തിനുള്ള സൗകര്യം കൊട്ടാരം ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും മുൻകാലങ്ങളെ പോലെ കൊട്ടാരത്തിൽ നടത്തുന്നുണ്ട്. എങ്കിലും ഇവിടെ ഒരു കോർഡിനേഷൻ്റെ കുറവ് വളരെയധികം കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, തിരക്ക് കൂടുമ്പോൾ ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ തന്നെ അതിന് വേണ്ടതായ നടപടികൾ ഇവിടുത്തെ മുനിസിപ്പൽ അധികൃതരും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാം ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ഇത്തവണത്തെ തീർത്ഥാടന കാലം വിജയിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാൻ പിറന്ന മണ്ണിൽ, ഭഗവാൻ ഓടി നടന്ന മണ്ണിൽ ഇവിടെ ഭക്തജനങ്ങൾ എത്രയും സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വന്നു പോകുന്നത്. കഴിഞ്ഞ വർഷവും നമുക്കറിയാം, ശബരിമലയിലെ പല അസൗകര്യങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് ദർശനം സാധിക്കാതെ പന്തളത്തെത്തി മാല ഊരി ഇവിടെ നെയ്യഭിഷേകം നടത്തി പോകുന്ന ഒരു അവസ്ഥ ഇത്തവണ ഉണ്ടാകാതിരിക്കട്ടെ എന്നതാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. എല്ലാ അയ്യപ്പ ഭക്തർക്കും സുഖദർശനവും സുരക്ഷിത ദർശനവും നൽകുന്നതിന് വേണ്ടതായ ഒരുക്കങ്ങൾ പന്തളത്ത് മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും പന്തളത്തേക്ക് സ്വാഗതം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വരുന്ന ഭക്തജനങ്ങൾക്ക് വിവിധ ഭാഷയിലുള്ള അനൗൺസ്മെൻറ്റുകളും അവർക്കുള്ള അന്വേഷണത്തിനുള്ള ഇവിടെയുള്ള അന്വേഷണ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. അതൊക്കെ പുറകെ വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ദേവസ്വം ബോർഡും പന്തളം കൊട്ടാരവും അയ്യപ്പ
സേവാ സംഘങ്ങളും എല്ലാവരും ചേർന്ന് ഈ തീർത്ഥാടന കാലം ഭംഗിയാക്കണം എന്നതാണ് ഞങ്ങളുടെ ഒരു താല്പര്യം. കൊട്ടാരം അതിനുവേണ്ടി എല്ലാ ഭക്തർക്കും പന്തളത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. അപ്പോൾ തന്നെ തമ്പുരാൻ സൂക്ഷിപ്പിച്ചതിൻ്റെ അകത്തൊരു കാര്യം, എല്ലാ മണ്ഡലകാലത്തും ആവർത്തിക്കുന്ന ചില പരാതികൾ ഉണ്ട്. അത് മണ്ഡലകാലത്തിന് മുൻപ് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ മണ്ഡലകാലത്തും അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പരാതിയും കൂടെ ഉന്നയിക്കുന്നുണ്ടായിരുന്നല്ലോ. അതെ അതെ, ഇത് കാരണം എല്ലാ വർഷവും നമുക്കറിയാം വൃശ്ചികം 1 സ്ഥിരമാണ്. നമ്മുടെ തീർത്ഥാടന കാലം ആരംഭിക്കുന്നത് വൃശ്ചികം 1 എല്ലാവർക്കും അറിയാം. ഇത് ഈ മുന്നൊരുക്കങ്ങൾ എല്ലാ വർഷവും നേരത്തെ തുടങ്ങും എന്ന് പറഞ്ഞാലും അത് തുടങ്ങിയിട്ടില്ല. അത് ഇതുവരെ ഒന്നും പൂർത്തിയായിട്ടില്ല. 2 വർഷമായിട്ട് ഇവിടെ ശൗചാലയങ്ങളുടെ പണി നടക്കുന്നുണ്ട്. ഇപ്പോഴും സേഫ്റ്റി ടാങ്കിലേക്കുള്ള കണക്ഷൻ പോലും കൊടുത്തിട്ടില്ല. വളരെ ദൗർഭാഗ്യകരമാണ്. നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ അറിയാം, പണികളെല്ലാം പകുതിയിൽ കിടക്കുകയാണ്. പിന്നെ എന്താണ് ഇവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇവിടെ വരുന്ന ദേവസ്വം ബോർഡ് അധികാരികളും അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർക്കും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് സീസണ് മുമ്പ് തന്നെ ഇവിടെ വന്ന് നോക്കി അത് തീർച്ചപ്പെടുത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നിലയ്ക്കലും പമ്പയിലും എല്ലാം തന്നെ അസൗകര്യങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം, ഇതൊക്കെ മൂടി വെച്ചുകൊണ്ടായിരിക്കാം ഇതൊക്കെ ഭക്തജനങ്ങളുടെ വരവ് ലിമിറ്റ് ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നത്. തെറ്റിദ്ധരിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ അസൗകര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം കല്ലും മുള്ളും കാലക്കുമെത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്വാമിമാർ ശബരിമലയ്ക്ക് വരുന്നത്. അവർക്ക് അടിസ്ഥാന സൗകര്യം കൊടുക്കുക എന്നതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അവർ ബാക്കിയെല്ലാം അവർ ചെയ്തോളും. നൂറ്റാണ്ടുകളായി 1000ഓളം വർഷങ്ങളായി നടക്കുന്ന ഈ തീർത്ഥാടനം വളരെ വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു. ആർക്കും ഒരു പരാതി ഇല്ലാതെ ഭഗവത് പാദങ്ങളിൽ ഭഗവത് ദർശനം നടത്തി ഇവർ മടങ്ങുന്നുണ്ട്. പക്ഷേ ഈ കുറച്ച് ഭക്തജനങ്ങൾ വരുമ്പോൾ കൂടുതൽ അസൗകര്യം വരിക എന്നത് നമുക്ക് വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് വരാതിരിക്കാനുള്ള ഒരു നടപടിയാണോ എന്ന് തന്നെ സംശയിക്കാൻ ഇതൊരു കാരണമാകും. ഒപ്പം തന്നെ തമ്പുരാൻ, ഈ തീർത്ഥാടകരുടെ യാത്രാക്രമത്തിലെ പ്രധാനപ്പെട്ട ഇടത്താവളമാണ് പന്തളം ക്ഷേത്രവും കൊട്ടാരവും. കാരണം തിരുവാഭരണം ദർശിച്ച് പോകുക എന്ന് പറയുന്നത് അവിടെ വലിയൊരു ആഗ്രഹ സാഫല്യീകരണമാണ്. അപ്പോൾ ഈ കാര്യം സർക്കാരിനെ പന്തളം കൊട്ടാരം അറിയിച്ചിരുന്നോ, ഇതിൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഇവിടെ ഏർപ്പെടുത്തണം എന്നുള്ള കാര്യം? കാരണം അല്ലെങ്കിൽ തീർത്ഥാടകരുടെ യാത്രാക്രമത്തിൽ നിന്ന് തന്നെ ഒരുപക്ഷെ പന്തളം ക്ഷേത്രം ഒഴിവാക്കേണ്ട സാഹചര്യം വരും. ഇത് അറിയിച്ചപ്പോൾ എന്തെങ്കിലും തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നോ? തീർച്ചയായിട്ടും നമ്മളിത് അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് പ്രസിഡന്റും അതുപോലെ ദേവസ്വം അതോറിറ്റീസുമായിട്ട് സംസാരിച്ചിരുന്നു. അവരത് ഉറപ്പ് നൽകിയതാണ്. പന്തളത്ത് ഇടത്താവളവും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും മുൻകാലങ്ങളിലുള്ള പോലെ ഇത്തവണയും അനുവദിക്കുമെന്ന് പറഞ്ഞു വരുന്നു. പക്ഷേ ഇതുവരെയും അതിനുള്ള നടപടികൾ സ്വീകരിച്ച് കണ്ടില്ല. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് ഇവിടെ അത് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകണം. അതുതന്നെയാണ് കൊട്ടാരത്തിൻ്റെ അഭിപ്രായം. ഇനിയും അതിനുവേണ്ടി വീണ്ടും നമ്മൾ നിവേദനങ്ങൾ നൽകുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ഇപ്പോൾ മണ്ഡലകാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും മകരവിളക്കാവുമ്പോൾ അത് കൂടുതലായ തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകണം. അതുതന്നെയാണ് കൊട്ടാരത്തിൻ്റെ അഭിപ്രായം. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ ഈ മണ്ഡലകാലത്തും തുടരുകയാണ്. അതിലുള്ള ഒരു പരാതിയാണ് കൊട്ടാരം പ്രതിനിധി നാരായണവർമ്മ തമ്പുരാൻ, കൊട്ടാരം പന്തളം ട്രസ്റ്റി കൂടിയായ നാരായണവർമ്മ തമ്പുരാൻ അറിയിച്ചത്. ഒപ്പം തന്നെ ഇവിടെ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സർക്കാരിന് പന്തളം കൊട്ടാരത്തിലെ അല്ലെങ്കിൽ അവിടുത്തെ അംഗങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവലോകന യോഗത്തിൽ പോലും കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ തേടണം. എന്നാൽ മാത്രമേ ശബരിമലയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഹിന്ദു ഐക്യവേദി നിരന്തരമായി പറയുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം കുമ്മനം രാജശേഖരൻ പറഞ്ഞതുപോലെ അവിശ്വാസികളുടെ സർക്കാർ ഭരിച്ചാൽ എന്തൊക്കെ നടക്കാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നെല്ലാം വലിയ വിമർശനം വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായി തന്നെ ഇതിനെല്ലാം കാരണം മിഥുൻ മുരളിയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.